Hi friends, ഇന്നത്തെ വീഡിയോയിൽ ഗൂഗിൾ ഷീറ്റിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഗൂഗിളിന്റെ ഒരു ഓൺലൈൻ സ്പ്രെഡ്ഷീറ്റ് ആണ് ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത്. ടീച്ചേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പ്രെഡ്ഷീറ്റ് ആണ് ഗൂഗിൾ ഷീറ്റ്. അപ്പോൾ നമുക്ക് ഒരു ഗൂഗിൾ ക്രോം നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്താൽ ആദ്യം തന്നെ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഒരു മെയിൽ അക്കൗണ്ട് ജിമെയിൽ അക്കൗണ്ടുള്ള ആർക്കും ഒരു ഗൂഗിൾ ഷീറ്റ് തയ്യാറാക്കാം. അതുപോലെ നമുക്കത് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്ത് വെച്ചത് നമ്മൾ സ്കൂളിൽ നിന്ന് ഓപ്പൺ ചെയ്യണമെങ്കിലൊക്കെ പറ്റും. കാരണം ഗൂഗിൾ ഡ്രൈവിലാണ് നമ്മളിത് സേവ് ചെയ്യുന്നത്. ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് ഫ്രീ ആണ് സേവ് ചെയ്യുന്നതൊക്കെ. അതേപോലെ തന്നെ മാർക്ക് ലിസ്റ്റൊക്കെ പല സബ്ജക്റ്റ് ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഷെയർ ചെയ്തിട്ട് ആ സബ്ജക്റ്റ് ടീച്ചേഴ്സിനോട് അവരുടെ സബ്ജക്റ്റിൻ്റെ മാർക്ക് എൻ്റർ ചെയ്യാൻ പറയാം. ഏത് സ്ഥലത്തു നിന്ന് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരേ സമയത്ത് പല സ്ഥലത്തു നിന്ന് പലർക്കായിട്ട് ഇതിൻ്റെ അകത്ത് ഡാറ്റ എൻ്റർ ചെയ്യുകയും വ്യൂ ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓൺലൈൻ ആയിട്ടുള്ളൊരു സ്പ്രെഡ്ഷീറ്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാനായിട്ട് 2-3 മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിലെ 2 മെത്തേഡ് ഇവിടെ കാണിക്കുകയാണ്. നമ്മളിപ്പം ഗൂഗിൾ ക്രോമിൻ്റെ ഹോം പേജിലാണുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഇങ്ങനെ ഒരു 9 ഡോട്ട്സ് കാണാം. ഈ 9 ഡോട്ട്സ് ഗൂഗിൾ ആപ്സ് എന്ന് പറയുന്ന ഈ 9 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസിൽ ഈ ഡ്രൈവ് എന്ന് പറഞ്ഞ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യും നമ്മൾ. അപ്പോൾ നിങ്ങളുടെ മെയിൽ അക്കൗണ്ടിൻ്റെ ഗൂഗിൾ ഡ്രൈവിലേക്കാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതാ ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ ന്യൂ എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്താൽ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഡോക്സ്, ഷീറ്റ്സ്, സ്ലൈഡ്സ് ഒക്കെ വരുന്നുണ്ട്. അതിൽ നമ്മളിവിടെ ഷീറ്റ്സ് എന്നുള്ളതിൻ്റെ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് ഷീറ്റിന് ക്ലിക്ക് ചെയ്താൽ പുതുതായിട്ടൊരു സ്പ്രെഡ്ഷീറ്റിലേക്കാണ് പോവുക. ഇവിടെയുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫ്രം ടെംപ്ലേറ്റും ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റും കാണാം. ഫ്രം ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ടെംപ്ലേറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മോഡൽ ഏതെങ്കിലുമാണ് വേണ്ടതെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്കിത് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് മോഡിഫിക്കേഷൻ ചെയ്താൽ മതി. അതല്ല നമുക്ക് പുതുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒന്നെങ്കിൽ ഇവിടുന്ന് ബ്ലാങ്ക് പ്രസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്ന് ന്യൂ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ഷീറ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്താലും ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റിലേക്കാണ് ഓപ്പൺ ആവുക. അപ്പോൾ നമ്മൾ ലിബ്രെ ഓഫീസ് കാൽക്ക് അല്ലെങ്കിൽ എക്സലിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഉള്ള ഒരു സ്പ്രെഡ്ഷീറ്റ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു മെത്തേഡാണ് ഓപ്പൺ ആക്കുന്നത്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ ഒരു ആപ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഇതാണ്ട് താഴെ നമ്മൾ കാണാം ഷീറ്റ് എന്ന് പറഞ്ഞിട്ട്. ഈ ആപ്സ് എന്നുള്ളതിൻ്റെ താഴേക്ക് പോകുമ്പോൾ ഷീറ്റ്സ് എന്ന് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്താലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നേരെ ഷീറ്റിൻ്റെ ഹോം പേജിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റാണ് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെയുള്ള ബ്ലാങ്ക് എന്നുള്ളതിൽ ഒന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം കോളംസും റോസും ഒക്കെ ഉണ്ട്. നമ്മുടെ കാൽക്കുലേഷനൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഇന്ന് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മാർക്ക് ലിസ്റ്റാണ്. അപ്പോൾ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഓൺലൈനായിട്ടൊരു മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അത് പല സബ്ജക്റ്റ് ടീച്ചേഴ്സിന് ഷെയർ ചെയ്തിട്ട് അവർ ഓരോരുത്തരും അതിൻ്റെ അകത്ത് മാർക്ക് എൻ്റർ ചെയ്ത് തരിക. അപ്പോൾ കുറേ കൂടി നമ്മുടെ വർക്ക് കുറച്ചും കൂടി എളുപ്പമാവും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് ഈ ഒരു സ്പ്രെഡ്ഷീറ്റിനൊരു ഫയൽ നെയിം കൊടുക്കണം. അപ്പോൾ അതിനായി ഇവിടെ മുകളിലായിട്ട് അൺടൈറ്റിൽ സ്പ്രെഡ്ഷീറ്റ് എന്ന് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മാർക്ക് ലിസ്റ്റ് എന്നാണ്. അപ്പോൾ മാർക്ക് ലിസ്റ്റ് എന്ന് കൊടുത്തു. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഏത് സമയം സേവ് ആയിക്കോളും. നമ്മൾ എന്ത് ചേഞ്ചസ് വരുത്തിയാലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സേവ് ആവും. അതേപോലെ തന്നെ ഇതൊരു കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫയലാണെന്ന് കാണിക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്കിവിടെ സ്റ്റാർ എന്നുള്ളത് പ്രസ് ചെയ്ത് വെക്കാം. നമ്മളെ മെയിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൽ വരുമ്പോൾ അവിടെ സ്റ്റാർ കൊടുക്കുന്നത് പോലെ തന്നെ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ഫയലാണെന്ന് കാണിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഇവിടെ സ്റ്റാർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇനി ഞാൻ എൻ്റെ മാർക്ക് ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ റോൾ നമ്പർ എന്ന് കൊടുക്കുകയാണ്. റോൾ നമ്പർ എന്ന് കൊടുത്തു. അടുത്തത് നെയിം, അടുത്തത് സബ്ജക്റ്റ് ഓരോന്നായിട്ട് കൊടുക്കുകയാണ്. ഇനി ഇപ്പോൾ ഇത്രയും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ആദ്യം ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് വേണമെങ്കിൽ ഫോർമാറ്റിൽ പോയിട്ട് നമുക്ക് ചേഞ്ചസ് വരുത്താം. അല്ലെങ്കിൽ തൊട്ട് മുകളിലായിട്ട് ഇവിടെയുള്ള ടൂൾ ബാർ വെച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അപ്പോൾ ആദ്യം ബോൾഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം സൈസ് കൂട്ടണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇൻക്രീസ് ചെയ്യാം. 12 എന്ന് കൊടുത്തു. അതേപോലെ തന്നെ കളർ, ടെക്സ്റ്റ് കളർ മാറ്റണമെങ്കിൽ ഇതെവിടെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഏത് കളറാണോ വേണ്ടത് അത് കൊടുക്കാവുന്നതാണ്.
ഇനി വരുന്നത് ഇവിടെ അലൈൻമെൻറ്റ്, സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കണമെങ്കിൽ ഇവിടെ ഇതാ 3 അലൈൻമെൻറ്റ് തന്നിട്ടുണ്ട്. സെൻറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ ഒരു ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ലാംഗ്വേജ് എന്നുള്ളതൊക്കെ കാണാൻ പറ്റുന്നില്ല, ഫുള്ളായിട്ട് കാണുന്നില്ല. അപ്പോൾ അതിനായിട്ട് 2 ലൈനായിട്ട് ഇതിനെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ഈ ടെക്സ്റ്റ് റാപ്പിംഗ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കാണുന്ന ഈ റാപ്പ് എന്നുള്ള ടെക്സ്റ്റ് എന്നുള്ളതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത് 2 ലൈനിലായിട്ട് വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ചെയ്തത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ റാപ്പ് എന്നുള്ളതാണ് കൊടുത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തത്. അതേപോലെ ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു ഹെഡിങ് വരണം. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ നെയിമോ എന്താണ് വരേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് എത്രയാണോ നമുക്ക് വരേണ്ടത് അത്രയും ഭാഗം നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ഒരു റോ ഇവിടെ വരെ സെലക്ട് ചെയ്തു. ഇത്രയും ചെയ്തിട്ട് നമ്മൾ ഇതിനെ മെർജ് ചെയ്യാണ്. തൊട്ട് മുകളിലായിട്ട് മെർജ് സെൽ എന്നുള്ള ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ നെയിമോ എന്താണ് കൊടുക്കേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്യുക. അത് ടൈപ്പ് ചെയ്തു. അത് അതേപോലെ തന്നെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്തും ഇതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ നെയിം എന്നുള്ള കോളത്തിൻ്റെ വിഡ്ത്ത് കൂട്ടാൻ വേണ്ടി ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഈ ഒരു ആരോ കാണുന്നുണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്യുന്നു. ബാക്കിയുള്ളതൊക്കെ നമ്മളൊന്ന് കുറച്ച് ചെറുതാക്കാണ്. അപ്പോൾ അതിനായിട്ട് മൊത്തത്തിലൊന്ന് സെലക്ട് ചെയ്യുക. ഇവിടം തൊട്ടിട്ട് ഇവിടം വരെ ഒന്ന് സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ചിട്ട് അതിൻ്റെ ഇത് വേണമെങ്കിൽ വിഡ്ത്ത് വേണമെങ്കിൽ കുറയ്ക്കാം. അല്ലെങ്കിൽ ഇതിലെ റൈറ്റ് ക്ലിക്കിൽ റീസൈസ് കോളംസ് C to K, നമ്മൾ സെലക്ട് ചെയ്തത് C column to K ആണ്. അപ്പോൾ റീസൈസ് കോളംസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് എത്രയാണ് വേണ്ടത് എന്നുള്ള വിഡ്ത്ത് എത്രയാണ് വേണ്ടത് 76 എന്നാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇപ്പോൾ 75 എന്ന് വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്താൽ ഒരുമിച്ച് അത്രയും കോളത്തിന് ഒരേ വിഡ്ത്തായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. 2 രീതിയിലും നമുക്ക് റീസൈസ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇനി ഇവിടെ എന്തെങ്കിലും നെയിം പേര് ഷോർട്ടാക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ഷോർട്ടാക്കാം. പിന്നെ നമ്മളിവിടെ ടൈപ്പ് ചെയ്യാൻ പോവാണ് റോൾ നമ്പർ. ഞാനിവിടെ റോൾ നമ്പർ ഒരു 10 കുട്ടികളുടെ ഇതാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 1 ടൈപ്പ് ചെയ്തു, സെക്കൻഡിൽ 2 എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് രണ്ടും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഡോട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്ക്വയർ പോലത്തെ ഒരു ഐക്കൺ കാണാം. അതിൽ നമ്മൾ ആ ലിബ്രെ ഓഫീസ് കാൽക്കിൽ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ 10 വരെ വന്നിട്ടുണ്ട്. നമുക്ക് 10 വരെ മതി, ബാക്കി വേണ്ട, ഡിലീറ്റ് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്കിൽ ഡിലീറ്റ് റോസ് എന്ന് കൊടുത്താൽ മതി. ഇത്രയും ചെയ്തു. ഇനി ഇതും നമുക്ക് ബോൾഡൊക്കെ ആക്കണമെങ്കിൽ ഒരുമിച്ച് ചെയ്യാം എല്ലാം കൂടി. ഇനി അടുത്ത നെയിം കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും കുട്ടികളുടെ നെയിം ഇവിടെ എൻ്റർ ചെയ്തു. ഇനി ഓരോരുത്തരുടെയും മാർക്ക് എൻ്റർ ചെയ്യാണ്. അപ്പോൾ ഇത്രയും മാർക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ മാത്സ് മാർക്ക് വേറെ ഒരു സാറിനാണ് ഒരു ടീച്ചറാണ് എൻ്റർ ചെയ്യേണ്ടതെങ്കിൽ ആ ടീച്ചറിന് വേണമെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ടീച്ചറിനോട് ഇത് എൻ്റർ ചെയ്യാൻ പറയാം. അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുന്നതും പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നതും നോക്കാം. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ മുകളിലുള്ള ഷെയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ആർക്കൊക്കെയാണോ ഷെയർ ചെയ്യേണ്ടത് അവരുടെയൊക്കെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആർക്കൊക്കെയാണോ ഷെയർ ചെയ്യേണ്ടത് അവരുടെയൊക്കെ ഇമെയിൽ അഡ്രസ്സ് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം എന്ത് തരത്തിലുള്ള പെർമിഷനാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഇവിടുന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എഡിറ്റർ ഇവിടെ നമ്മളൊന്ന് പ്രസ് ചെയ്താൽ 3 ടൈപ്പ് ഓപ്ഷൻ ഇവിടെയുണ്ട്. വ്യൂവർ എന്ന് പറയുന്നത് വ്യൂവർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു മാർക്ക് ലിസ്റ്റ് കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ചേഞ്ചസോ എഡിറ്റ് ചെയ്യാനോ അവർക്ക് പറ്റില്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കമൻറ്റർ എന്ന് പറയുന്നത് ജസ്റ്റ് അവർക്ക് ഇതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യാം. ഒരു കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു സംഭവമുണ്ട്. അത് യൂസ് ചെയ്തിട്ട് അവർക്ക് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും പെർട്ടിക്കുലർ സെല്ലിനെങ്ങാനും എന്തെങ്കിലും കമൻറ്റ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത വരുന്ന ഒരു ഓപ്ഷനാണ് എഡിറ്റർ. ചേഞ്ചസ് വരുത്താനും ഇതിൽ എഡിറ്റ് ചെയ്യാനും പറ്റുന്ന ഓപ്ഷനാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള പെർമിഷനാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഇവിടുന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ടൈപ്പ് ചെയ്യാനാണ് കൊടുക്കേണ്ടതെങ്കിൽ എഡിറ്റർ എന്ന് കൊടുത്തു. അതിനുശേഷം എന്തെങ്കിലും മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് സെൻഡ് എന്ന് കൊടുക്കാം. ഇത് മെയിലിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിച്ചത്. ഇതേപോലെ തന്നെ നമുക്ക് എന്തിലേക്കും ഷെയർ ചെയ്യാം, വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഷെയർ എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്തിട്ട് ഇവിടെ തൊട്ട് താഴെ കാണുന്ന ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇവിടെ ചേഞ്ച് ടു എനിവൺ വിത്ത് ദ ലിങ്ക് കാണുന്നുണ്ട്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ലിങ്ക് നമ്മൾ കോപ്പി ലിങ്ക് ചെയ്യുന്നതിന് മുമ്പ് ഇവർക്ക് എന്ത് തരത്തിലുള്ള പെർമിഷനാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഇവിടുന്ന് സെറ്റ് ചെയ്യാം.
അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഇവിടെ ഡിഫോൾട്ടായിട്ടുള്ളത് വ്യൂവർ ആണ്. ആ വ്യൂവർ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് എഡിറ്ററായിട്ട് കൊടുക്കണമെങ്കിൽ എഡിറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പെർമിഷൻ എഡിറ്റർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ലിങ്ക് കോപ്പി ചെയ്യുക. കോപ്പി ആയിട്ടുണ്ട്, ഡണ്ണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഷെയർ ചെയ്ത ആ ഒരു കോപ്പി ചെയ്ത ലിങ്ക് നമ്മൾ വാട്സാപ്പ് വെബ് ഓപ്പൺ ചെയ്തിട്ട് ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അവർക്ക് നമ്മൾ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ആ ഒരു മെസ്സേജ് ആ ഒരു ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തിരുന്നു, അതിവിടെ പേസ്റ്റ് ചെയ്തു സെൻഡ് ചെയ്യാണ്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്താലും അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിലിലൂടെയും പിന്നെ വാട്സാപ്പിലൂടെയും നമുക്കിത് ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു മാത്സ് എന്ന് പറഞ്ഞ ഇത് വേറൊരു മെയിൽ വെച്ച് ഓപ്പൺ ചെയ്തിട്ട് അതിലെങ്ങനെയാണ് മാർക്ക് എൻ്റർ ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ഞാനിപ്പോൾ അയച്ച ഒരു മെയിൽ അക്കൗണ്ടാണ്, ഞാൻ വേറൊരു മെയിൽ അക്കൗണ്ടിൽ നിന്നാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അയച്ച മെയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാ മാർക്ക്ലിസ്റ്റ് ഇൻവിറ്റേഷൻ ടു എഡിറ്റ് എന്നുണ്ട്. നമ്മളിതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാണ്ട് മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതിവിടെ വന്നു. ഓപ്പൺ ഷീറ്റ് കൊടുക്കുകയാണ്. ഓപ്പൺ ഇൻ ഷീറ്റ് കൊടുത്താൽ നമുക്ക് ഈ മാർക്ക് ലിസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്ത ആൾക്കും ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അവർക്ക് മാർക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഈ മാർക്ക് എൻ്റർ ചെയ്തത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്ക് കാണാൻ പറ്റും ഈ മാർക്ക് എൻ്റർ ചെയ്തത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇനി അത്. അപ്പോൾ ഇതാണ്ട് മെയിനായിട്ടുള്ള ഷീറ്റിൽ നമ്മൾ മെയിനായിട്ട് ആദ്യത്തെ മെയിൽ അക്കൗണ്ടിൽ നിന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ ഇവിടെ ചേഞ്ചസ് വന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് ഷെയർ ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് മാർക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ടോട്ടൽ എങ്ങനെ കാണാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ടോട്ടൽ എന്നുള്ളത് കൊടുക്കുന്നു. ടോട്ടൽ എന്നുള്ള കൊടുത്തു. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ ഫംഗ്ഷൻ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ട് സം എന്നുള്ളത്. ഇവിടെ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് മാക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഫംഗ്ഷൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താലും ഇതുണ്ടാവും. അപ്പോൾ ഇവിടെ സം എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ സം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് സെല്ല് തൊട്ട് എവിടം വരെയാണ് സെലക്ട് ചെയ്യേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു ഫസ്റ്റ് ലാംഗ്വേജ് തൊട്ടിട്ട് മാത്സ് വരെയുള്ള സെല്ലുകളൊന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ റേഞ്ച് ഇവിടെ കാണിക്കുന്നുണ്ട്. C3:K3 എന്ന് കാണിക്കുന്നുണ്ട്. എൻ്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ആ ഒരു ടോട്ടൽ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി ജസ്റ്റ് ഇവിടെ ഒന്ന് ടിക്ക് കൊടുത്താൽ മതി. എല്ലാ സെല്ലിലും എന്താണ് ഇതിൻ്റെ ആൻസർ വരുന്നതാണ്. ജസ്റ്റ് ഇവിടെ ഒന്ന് ടിക്ക് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ്ട് ഇതിൻ്റെ എല്ലാ സെല്ലിലും ഈ ഒരു ആൻസർ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കിവിടെ വേണ്ടത് ഒരു പെർസെൻറ്റേജ് ആണെങ്കിൽ പെർസെൻറ്റേജ് എന്നുള്ളത് ഇവിടെ കൊടുക്കുകയാണ്. പെർസെൻറ്റേജ് എന്ന് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ ഈക്വൽ ടു എന്ന് കൊടുക്കുകയാണ്. ടോട്ടൽ എന്നുള്ള ഇത് നമ്മുടെ സെല്ല് സെലക്ട് ചെയ്തു. ഇൻറ്റു കൊടുക്കുന്നു. 100 കൊടുക്കുന്നു. ഡിവൈഡഡ് ബൈ എത്രയാണോ ഇതിൻ്റെ ടോട്ടൽ ഇത് വരുന്നത് അത്രയും നമ്മൾ കൊടുക്കുകയാണ്. എൻ്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ വന്നിരിക്കുന്ന ആൻസർ ഡെസിമൽ പ്ലേസ് ഉള്ള ആൻസറാണ് വന്നിരിക്കുന്നത്. നമുക്കിതിനെ റൗണ്ട് ചെയ്തിട്ടുള്ളൊരു ആൻസറാണ് കാണണമെങ്കിൽ ജസ്റ്റ് ഈ സെല്ലൊന്ന് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതാ ഡിക്രീസ് ഡെസിമൽ പ്ലേസും ഇൻക്രീസ് ഡെസിമൽ പ്ലേസും ഉണ്ട്. അതിൽ ഡിക്രീസ് ഡെസിമൽ പ്ലേസ് എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇതാ നമുക്ക് എത്ര ഡെസിമൽ പ്ലേസ് ആണോ കുറയ്ക്കേണ്ടത് അത്രയും നമുക്കിവിടെ കുറയ്ക്കാവുന്നതാണ്. ഇനി എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു ഡോട്ടിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് താഴേക്കും കൂടി ഈ ഒരു ഫോർമുല എല്ലാത്തിലേക്കും നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എന്ത് മാറ്റം വരുത്തിയാലും അതിനനുസരിച്ചുള്ള മാറ്റം അവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫോർമാറ്റ് ചെയ്യാം. അതിനായിട്ട് ഇതൊന്ന് സെലക്ട് ചെയ്തു നമ്മളൊന്ന് ബോൾഡാക്കുക. സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇടയിലായിട്ട് ഒരു മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു റോയും കൂടി വേണം. അതിനായിട്ട് നമ്മൾ ഈ 2 അല്ലെങ്കിൽ 1 സെലക്ട് ചെയ്യുക. 2 എന്നുള്ളത് സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്കിൽ ഇൻസേർട്ട് 1 എബവ് അല്ലെങ്കിൽ 1 ബിലോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു റോ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതും മെർജ് ചെയ്യാണ്. ഇവിടുന്ന് എത്രയാണോ നമുക്ക് വേണ്ടത് അത്രയും സെല്ല് സെലക്ട് ചെയ്തു. ഇവിടുന്ന് മെർജ് എന്ന് കൊടുക്കുകയാണ്. ഇവിടെ മാർക്ക് ലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി നമുക്കിത് മൊത്തത്തിലൊന്ന് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു. ബോർഡേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ബോർഡേഴ്സ് എന്നുള്ളത് എടുത്തിട്ട് എങ്ങനെയാണ് നമുക്ക് ബോർഡർ വേണ്ടത്. ഇവിടെ പല ടൈപ്പ് ബോർഡർ അവൈലബിൾ ആണ്. അപ്പോൾ ഫുള്ളായിട്ട് ബോർഡർ വേണമെങ്കിൽ ആദ്യത്തേത് കൊടുക്കാം. ഇന്നർ മാത്രമായിട്ടാണ് ബോർഡർ വേണ്ടെങ്കിൽ ഇന്നർ മാത്രമായിട്ട് കൊടുക്കാം. അതല്ല ഹൊറിസോണ്ടൽ ബോർഡറാണ്, വെർട്ടിക്കൽ, ഇവിടെ പല ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ബോർഡർ കൊടുക്കുന്നതിന് എന്തെങ്കിലും കളർ വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്നുള്ളത് ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഏത് ടൈപ്പ് ബോർഡർ സ്റ്റൈലാണ് വേണ്ടതെന്നുള്ളതും ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഓൾ ബോർഡേഴ്സ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട്
ബോർഡർ വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ 2 സെല്ല് നമുക്ക് മെർജ് ചെയ്യാനുണ്ട്, അതും കൂടി നമ്മൾ മെർജ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഒരു ഫസ്റ്റ് സെല്ലിന് എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ തൊട്ട് മുകളിലായിട്ട് കാണാം ഫിൽ കളർ എന്നുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്തു. നമുക്ക് എന്ത് കളറാണോ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കേണ്ടത് അതിവിടെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇവിടെ വേറെ കളർ കൊടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്കിതൊന്ന് സോർട്ട് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മളിതെല്ലാം ഒന്ന് സെലക്ട് ചെയ്യുക. മൊത്തത്തിൽ ഈ ഒരു കോളം സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ഡാറ്റയിൽ ഇവിടെ ഓൾറെഡി റേഞ്ച് തന്നിട്ടുണ്ട്. സോർട്ട് ഷീറ്റ് ബൈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെയുള്ള റേഞ്ച് അല്ല നമുക്ക് വേണ്ടത്. വേറെ തന്നെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റേഞ്ചിലാണ് കൊടുക്കേണ്ടതെങ്കിൽ സോർട്ട് റേഞ്ച് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഏത് കോളത്തെ ബേസ് ചെയ്താൽ സോർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോളം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ പെർസെൻറ്റേജിനെ ബേസ് ചെയ്തിട്ടാണ് സോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എം എന്നാണ് ആ കോളത്തിൻ്റെ നെയിം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എം എന്ന് സെലക്ട് ചെയ്യാം. ഇനി ഏത് ടൈപ്പ് സോർട്ടിംഗ് ആണ് വേണ്ടത്, A to Z ആണോ Z to A ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ഞാനിവിടെ ഹയസ്റ്റ് വാല്യൂ ആണ് ആദ്യം വരേണ്ടത്. അപ്പോൾ ഇവിടെ Z to A എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു, സോർട്ട് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ സോർട്ട് ചെയ്തിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്കിവിടെ റോൾ നമ്പറൊക്കെ മാറിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ സോർട്ടിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സോർട്ട് ചെയ്ത ഒരു മാർക്ക് ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് സേവ് ചെയ്യാന്നുള്ളതാണ്. സേവ് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് ഏത് ഫോർമാറ്റിലാണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യേണ്ട ആ ഒരു മോഡലിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് എക്സൽ ഫയലായിട്ട് ചെയ്യണമെങ്കിൽ എക്സൽ ഫയലായിട്ട് കൊടുക്കാം. അതെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്പൺ ഓഫീസ് ഡോക്യുമെൻ്റ് ആയിട്ടാണെങ്കിൽ ജസ്റ്റ് അത് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ ഇതിൽ ഓപ്പൺ ഓഫീസ് ഫയലായിട്ടായിരിക്കും ഇതവിടെ സേവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾ ചെയ്തു വെച്ച അതേ ഫയൽ തന്നെ നിങ്ങളെ ലിബ്രെ ഓഫീസിൽ ഓപ്പണായി വന്നായിട്ട് കാണാം. ഇനി നിങ്ങൾക്കിത് മാറ്റേണ്ടത് PDF ആയിട്ടാണെങ്കിൽ ഡൗൺലോഡ് PDF എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ CSV ആക്കണമെങ്കിൽ CSV ആക്കാം. അപ്പോൾ ഏത് ഫോർമാറ്റിലാണ് വേണ്ടത്, PDF ഫയലായിട്ട് ഇതിപ്പം സേവ് ആയിട്ടുണ്ട്. നമുക്ക് ഏത് ഫോർമാറ്റിലാണോ വേണ്ടത് നമ്മളിവിടെ ജസ്റ്റ് ഡൗൺലോഡ് എന്നുള്ളിടത്ത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമുക്കിത് ഏത് ഫോർമാറ്റിലാണ് വേണ്ടത് അങ്ങനെ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഈ ഒരു 2 ഫയൽ ഈ ഒരു 2 നെയിമും അതേപോലെ തന്നെ പെർസെൻറ്റേജും വെച്ചിട്ട് നിങ്ങൾക്കൊരു ചാർട്ട് തയ്യാറാക്കണമെങ്കിൽ ഇത് മാത്രം സെലക്ട് ചെയ്തു. നെയിമും അതേപോലെ തന്നെ പെർസെൻറ്റേജും മാത്രം സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ തൊട്ട് മുകളിലായിട്ട് ഇത് ഇൻസേർട്ട് ചാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ ഇൻസേർട്ട് ചാർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഈ ഒരു ചാർട്ട് ഇവിടെ വന്നിട്ടുണ്ട്. താഴ്ഭാഗത്ത് നെയിമും അതേപോലെ തന്നെ ഈ സൈഡിൽ പെർസെൻറ്റേജുമായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളേഴ്സൊക്കെ മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കസ്റ്റമൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് ചാർട്ട് സ്റ്റൈല്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ്, ഫോണ്ട് ഒക്കെ ഇവിടെ നമുക്ക് മാറ്റാൻ പറ്റും. 3D മോഡലാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. അതേപോലെ തന്നെ ചാർട്ട് ആക്സസ് ടൈറ്റിൽ മാറ്റണമെങ്കിൽ ഇവിടെ ഓരോന്നിൻ്റെയും ടൈറ്റിൽ മാറ്റണമെങ്കിൽ ഇവിടെ പെർസെൻറ്റേജ് VS നെയിം എന്നുള്ളതിന് പകരം വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ഇവിടെ വന്ന ടൈറ്റിൽ അതാണ്. അത് മാറ്റണമെങ്കിലൊക്കെ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ സീരീസ് ഒക്കെ ഇവിടെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് എവിടെയാണോ സെറ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി വലിപ്പമൊക്കെ കുറയ്ക്കണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഇത് ചെറുതാക്കാം, വേണ്ട രീതിയിലാക്കി മാറ്റാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ചാർട്ട് മാറ്റണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ചാർട്ട് ടൈപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ പല ടൈപ്പ് ചാർട്ട് ഉണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത്, ഇപ്പം ഈ ഒരു പൈ ചാർട്ടാണോ വേണ്ടതെങ്കിൽ പൈ ചാർട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഏത് മോഡലാണോ വേണ്ടത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഇൻസേർട്ട് ഇമേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇമേജും കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്താണോ നമുക്ക് ഇതിനകത്ത് വേണ്ടത് അതെല്ലാം ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഡയറക്റ്റ് ഇവിടെ നമുക്ക് പ്രിൻ്റ് എടുക്കണമെങ്കിൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ പ്രിൻ്റ് എന്നുള്ള വിൻഡോയിലേക്കാണ് പോവുക. നമുക്ക് പ്രിൻ്റ് ചെയ്താലുള്ള പ്രിവ്യൂ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഗൂഗിൾ ഷീറ്റിലൊരു മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ട കാര്യങ്ങൾ. അപ്പം ഇതിനകത്ത് ഇനിയും ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ മാർക്ക് ലിസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിലിപ്പം പറഞ്ഞു പോയത്. ഓക്കെ, താങ്ക് യു.